സാർ, ഈ അമേരിക്കയിൽ ട്രംപിൻ്റെ സുഹൃത്തായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി. എന്നാൽ ട്രംപിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നായിരിക്കില്ലേ ലക്ഷ്യം? മറ്റേ എപ്സ്റ്റീൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടെന്നാണ് സിനിജി ഇപ്പോൾ ചോദിച്ചത്. അതെ. പക്ഷേ എപ്സ്റ്റീൻ ൻ്റേത് സ്വാഭാവിക മരണമാണ് എന്നാണ് ട്രംപിൻ്റെ ചേരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ജയിലിൽ അദ്ദേഹം തടവിലായിരുന്നു, ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വലിയ ധനികൻ. സാധാരണഗതിയിൽ നിന്ന് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ള സ്ഥലമാണ്. വാൾ സ്ട്രീറ്റിലും ഓഹരിയിലും ഒക്കെ കളിച്ച് പണമുണ്ടാക്കിയ. കാരണം ഓഹരി വിപണിയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകൾ കണ്ടെത്തി ആ റൂട്ടിൽ കൂടി നീങ്ങി പൈസ ഉണ്ടാക്കിയ ഒരാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പെൺകുട്ടികളെ പലർക്കും കാഴ്ചവെക്കുക, അവരുമായി ബന്ധപ്പെട്ട ഈ ഓർഗികൾ, പാർട്ടികൾ, വിരുന്നുകൾ നടത്തുക. അതിന് അയാൾക്കൊരു ദ്വീപുണ്ട്, കരീബിയൻ ദ്വീപുണ്ട്. പിന്നെ ന്യൂയോർക്കിൽ തന്നെ വലിയ ബംഗ്ലാവുണ്ട്. അത്തരം വിരുന്നുകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് ട്രംപ്. അത്തരം വിരുന്നുകളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യത്തിന് പ്രത്യേകിച്ച് ഇനി തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ധാരാളം ചിത്രങ്ങൾ തന്നെയുണ്ട്. അതുപോലെ ഒരുമാതിരി അധികാര സ്ഥാനത്തുള്ളവരൊക്കെ എപ്സ്റ്റീൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ക്ലിൻ്റൺ ഉദാഹരണത്തിന്. അപ്പോൾ ഈ എപ്സ്റ്റീൻ പിന്നെ കേസിൽപ്പെട്ട് ഈ ചെറിയ പെൺകുട്ടികളെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റ് നടത്തുന്നു എന്നുള്ള ആരോപണമൊക്കെ വന്ന് അറസ്റ്റിലായി, ജയിലിലായി. ഏതാണ്ട് ഒരു 1.5 കൊല്ലം ജയിലിൽ കിടക്കുമ്പോഴാണ് 2019 ജയിലിൽ മരിക്കുന്നത്. ജയിലിൽ തൂങ്ങി മരിച്ചതാണ് എന്നുള്ളതാണ് കോടതിയിലൊക്കെ വന്നത്. പക്ഷെ ഇപ്പോൾ മാഗസീൻ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിന് എപ്സ്റ്റീൻ്റെ സഹോദരൻ മാർക്ക് എപ്സ്റ്റീന് കുട്ടികളില്ല. അപ്പോൾ മാർക്ക് എപ്സ്റ്റീൻ സഹോദരൻ കൊടുത്ത അഭിമുഖത്തിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവർ സഹോദരനെ, ജെഫ്രി എപ്സ്റ്റീനെ കൊന്നതാണ്, ഇത് തൂങ്ങി മരിച്ചതല്ല, സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ 6 വർഷം ആയി ഇപ്പോൾ എപ്സ്റ്റീൻ മരിച്ച ശേഷം ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻറ്ററിൽ 2019 ഓഗസ്റ്റ് 10 കൊല്ലപ്പെട്ട ഈ മരിച്ച നിലയിൽ കണ്ടത്. ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൻ്റെ പേരാണ് അവിടെ. അപ്പോൾ ഇത് അറ്റോർണി ജനറൽ, അതായത് ഇപ്പോൾ ട്രംപ് വെച്ചിട്ടുള്ള അറ്റോർണി ജനറൽ പാം ബോണ്ടി, അവർ ഫോക്സ് ന്യൂസുമായി ഫെബ്രുവരി 21 നടത്തിയ, ഇക്കൊല്ലം ഫെബ്രുവരി 21 നടത്തിയ ഒരു അഭിമുഖത്തിൽ എപ്സ്റ്റീൻ്റെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ ഒരു പട്ടിക, നമ്മുടെ ഇവിടെ മാസപ്പടി എന്നൊക്കെ പറയുന്ന പോലൊരു പട്ടിക ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പട്ടിക പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം ഉണ്ടായി. ജൂലൈ 6 അവിടുത്തെ നീതിന്യായ വകുപ്പും FBI പറഞ്ഞു ഇങ്ങനൊരു പട്ടികയില്ല. ക്ലയൻറ്റ് ലിസ്റ്റ് പുറത്തു വിടുകയാണെങ്കിൽ അതിൽ ട്രംപിൻ്റെ പേര് വന്നാലോ എന്നുള്ള ഭയമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ കാഷ് പട്ടേലൊക്കെ എടുക്കുന്ന നിലപാട് ഇല്ല എന്നാണ്. കാഷ് പട്ടേൽ തന്നെ ക്ലയൻറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് നേരത്തെ നിലപാടെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അധികാരമുള്ളവരെ, ഇപ്പോൾ അധികാരത്തിലുള്ള ആരെയും എപ്സ്റ്റീൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല എന്നും പാമ്പുണ്ടിയും പിന്നെ കാഷ് പട്ടേലും FBI ഡയറക്ടർ, ഇന്ത്യൻ വംശജൻ, നിലപാടെടുത്തു. അപ്പോൾ ഇപ്പോൾ മാർക്ക് എപ്സ്റ്റീൻ സഹോദരൻ പറയുന്നത് ഇത് മറച്ചു വെക്കാൻ വേണ്ടി, ട്രംപിന് പലതും മറച്ചു വെക്കാൻ വേണ്ടി ഉണ്ട്, അതിനു വേണ്ടിയാണ് ജെഫ്രി എപ്സ്റ്റീനെ കൊന്നത്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം, ധാരാളം തെളിവുകളുണ്ട് അത് സംബന്ധിച്ചിട്ട്. എന്നിട്ട് ഈ മാർക്ക് എപ്സ്റ്റീൻ പറയാണ് ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചത്
ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഒരു സുഹൃത്തിൻ്റെ കൂടെ പ്രാതൽ കഴിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ CNN-ലാണ് കേട്ടത് സഹോദരൻ മരിച്ചു എന്നുള്ള കാര്യം. സർക്കാർ അറിയിച്ചില്ല, സർക്കാർ അറിയിച്ചിട്ടല്ല അറിഞ്ഞത്. അതായത് പക്ഷെ സർക്കാരിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് സർക്കാർ ഇയാളെ അറിയിച്ചു എന്നാണ്, സഹോദരൻ മാർക്കിനെ. തെറ്റാണ്, അറിയിച്ചില്ല. വേറെ ആരെയും അറിയിക്കാനില്ല, സഹോദരനെ അറിയിക്കാനുള്ളൂ, കുട്ടികളില്ലല്ലോ. അപ്പോൾ മാർക്ക് എപ്സ്റ്റീൻ അടുത്ത ദിവസം ന്യൂയോർക്കിൽ പോയി. അപ്പോൾ ഡോക്ടർ ക്രിസ്റ്റീൻ റോമൻ എന്ന് പറഞ്ഞ ആളാണ് പാത്തോളജിസ്റ്റ്, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്, ഓട്ടോപ്സി. അപ്പോൾ കുടുംബത്തിന് ഒരു പാത്തോളജിസ്റ്റിനെ വെക്കാം, അങ്ങനെയാണ് നിയമം. അപ്പോൾ ഈ സഹോദരൻ്റെ ഭാഗത്ത് നിന്നൊരു പാത്തോളജിസ്റ്റിനെ വെച്ചു, ഡോക്ടർ മൈക്കിൾ ബെയ്ഡൻ. പോസ്റ്റ്മോർട്ടം സമയത്ത് ഹാജരാവുക, കുടുംബത്തിൻ്റെ ഒരാളും കൂടി. അങ്ങനെ മാർക്ക് എപ്സ്റ്റീൻ ഡോക്ടർ മൈക്കിൾ ബെയ്ഡനെ, പാത്തോളജിസ്റ്റിനെ, അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കാണുന്ന ഇടത്ത് ജോൺ എഫ് കെന്നഡി വധത്തിൻ്റെ സമയത്ത് പ്രസൻ്റായിരുന്ന പാത്തോളജിസ്റ്റാണ് ഇദ്ദേഹം, മൈക്കിൾ ബെയ്ഡൻ. അപ്പോൾ അദ്ദേഹം ജയിലിലെ തന്നെ ഒരു 50 മരണങ്ങളിൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ സന്നിഹിതനായിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ആത്മഹത്യ അല്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ? കഴുത്തിൽ 3 എല്ലുകൾ പൊട്ടിയിരുന്നു, 3 എല്ലുകൾ പൊട്ടിയിരുന്നു. സാധാരണഗതിയിൽ തൂങ്ങി മരിച്ചാൽ 3 എല്ലുകൾ പൊട്ടില്ല, 1 എല്ല് പൊട്ടാം, പരമാവധി 2 എണ്ണം പൊട്ടാം. അപൂർവമായ കേസുകളിലാണ് 2 എണ്ണം പൊട്ടുന്നത്. അപ്പോൾ ഈ ബെയ്ഡൻ 50 വർഷമായി ജോലി ചെയ്യുന്ന പാത്തോളജിസ്റ്റാണ്. 500 പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവും ജയിൽ മരണങ്ങളുടെ. കഴുത്ത് ഞെരിച്ചാൽ ഇങ്ങനെ പൊട്ടാം 3 എണ്ണം, കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണെങ്കിൽ. പിന്നെ കരാട്ടെ ചോപ്പ് നടത്തുകയാണെങ്കിൽ 3 എല്ലുകൾ പൊട്ടാം. ഇങ്ങനെ കൈയിൻ്റെ സൈഡിൽ കൂടി അടിക്കുന്നതിനാണ് കരാട്ടെ ചോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താലും 3 എല്ലുകൾ പൊട്ടാം. അപ്പോൾ ആത്മഹത്യയല്ല, കഴുത്ത് ഞെരിച്ചതോ കരാട്ടെ ചോപ്പോ ആണ് എന്ന്. അപ്പോൾ റിപ്പോർട്ടുകളിൽ ഇനിയും പഠനം ആവശ്യമുണ്ട് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ആത്മഹത്യ എന്ന് മറ്റേ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞില്ല. ഇനിയും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് അന്നത്തെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ ചീഫ് മെഡിക്കൽ പാത്തോളജിസ്റ്റ് ഡോക്ടർ ബാർബറ സാംസൺ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് തൂങ്ങി മരണമാണ് എന്ന് പറഞ്ഞു. ആരുടെയോ സമ്മർദ്ദം കാരണമായിരിക്കാം എന്നാണ് മാർക്ക് എപ്സ്റ്റീൻ പറയുന്നത്. ഈ ചീഫ് മെഡിക്കൽ പാത്തോളജിസ്റ്റ് ഡോക്ടർ ബാർബറ സാംസൺ ഈ ഓട്ടോപ്സിയുടെ സമയത്ത്, പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് സന്നിഹിതയായിരുന്നില്ല. പിന്നെ അവർക്ക് എങ്ങനെ പറയാം? അവർ കാരണമൊന്നും പറഞ്ഞുമില്ല. അപ്പോൾ ഡോക്ടർ റൊമാൻ, ഈ പാത്തോളജിസ്റ്റ് ഇല്ലേ ഓട്ടോപ്സി നടത്തിയ, അയാളുടെ ബോസായി ഇവര്, ഈ ബാർബറ. അപ്പോൾ അവർ ജഡം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അമേരിക്കൻ അറ്റോർണി ജനറൽ ബിൽ ബാർ പറയുന്നത് ഈ വീഡിയോ, ജയിലിലെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിൽ ആരും ഈ ജെഫ്രി എപ്സ്റ്റീൻ കിടക്കുന്ന സെല്ലുണ്ടല്ലോ, തടവ് മുറി, ആ ഭാഗത്ത് ആരും കൊല്ലണമെന്നുണ്ടെങ്കിൽ പ്രവേശിക്കണമല്ലോ ഒരാൾ. അതെ, അങ്ങനെ ആരും ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതായിട്ട് ജയിലിലെ വീഡിയോ ദൃശ്യങ്ങളിലില്ല എന്ന് അറ്റോർണി ജനറൽ ബിൽ ബാറും പറഞ്ഞു. ഇതും സമ്മർദ്ദം കൊണ്ടാകാം എന്നാണ് മാർക്ക് എപ്സ്റ്റീൻ പറയുന്നത്. കാഷ് പട്ടേലും അത് പറഞ്ഞു. ഇവരൊക്കെ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി, മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് മാർക്ക് എപ്സ്റ്റീൻ പറയുന്നത്. ഈ മരണം കൊണ്ട് ആർക്കായിരുന്നു ഗുണം? അദ്ദേഹം ചോദിക്കുക, മാർക്ക് അല്ലേ, ട്രംപിനല്ലേ ഗുണം കിട്ടുക. അപ്പോൾ ഇദ്ദേഹം വീഡിയോ ചോദിച്ചു, മാർക്ക് എപ്സ്റ്റീൻ കൊടുത്തില്ല സർക്കാർ. രാത്രി 10 മണി മുതൽ അടുത്ത ദിവസം ഉച്ച വരെയുള്ള വീഡിയോ ആണ് ചോദിച്ചത്. രാവിലെ 6:30-ക്കാണ് ജഡം കാണുന്നത്, അതുവരെയുള്ള വീഡിയോ. മെഡിക്കൽ എക്സാമിനർ വരാതെ
അതായത് ജഡം തടവ് മുറിയിൽ നിന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ വരണം. ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജയിൽ മുറിയിൽ നിന്ന് ജഡം നീക്കി. അത് സംശയാസ്പദമാണ്. അപ്പോൾ 2 ഈ ക്യാമറ ഡോർവേയിൽ ഉണ്ടായിരുന്നു. ആ ക്യാമറകളിൽ ഒന്നും കാണുന്നില്ല എന്നാണ് സർക്കാർ നിലപാട്. അപ്പോൾ ആദ്യം പറഞ്ഞത് അന്വേഷണം നടത്തി എന്നാണ്, പിന്നെ പറഞ്ഞത് ക്യാമറ തന്നെ ഇല്ലെന്നാണ്, ദൃശ്യങ്ങൾ കണ്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ദൃശ്യം ഉണ്ടെന്നാണല്ലോ. അതെ. പിന്നെ പറയുന്നത് ഡോർവേയിൽ 2 ക്യാമറ കേടായിരുന്നു, ഇല്ലായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതും സംശയാസ്പദം. അപ്പോൾ 1999 ഇവർ തമ്മിൽ അത്ര സുഖത്തിലൊന്നും അല്ലായിരുന്നു ഈ സഹോദരന്മാർ. അത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ 1999 മാർക്ക് എപ്സ്റ്റീൻ ഫ്ലോറിഡയിൽ നിന്ന് ജെഫ്രി എപ്സ്റ്റീൻ്റെ കൂടെ വിമാനത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിൽ എപ്സ്റ്റീൻ്റെ വിമാനമാണ്, ട്രംപും ഉണ്ട് വിമാനത്തിൽ. അപ്പോൾ പലപ്പോഴും ട്രംപ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ആ ഫ്ലോറിഡയിലെ വിമാനയാത്രയിൽ വെച്ച് മാർക്ക് എപ്സ്റ്റീൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ട്രംപിനോട് എപ്സ്റ്റീൻ ചോദിച്ചു, ഈ ഇത്രയും വിവാഹിതകളുടെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അത് മാർക്ക് എപ്സ്റ്റീൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാർക്ക് എപ്സ്റ്റീനോട് നേരത്തെ ഇക്കാര്യം ജെഫ്രി പറഞ്ഞിരുന്നു. അപ്പൊ നീ ഒന്ന് കേട്ടോ എന്നുള്ള മട്ടിൽ പരസ്യമായിട്ട് ചോദിക്കുക ഇദ്ദേഹം ഉള്ളപ്പോൾ തന്നെ. അത് തെറ്റായത് കൊണ്ടാണ് ഞാൻ കിടന്നത് എന്ന് ട്രംപ് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് മുമ്പും പറഞ്ഞിട്ടുള്ളതെന്ന് ജെഫ്രി എപ്സ്റ്റീൻ പറഞ്ഞിരുന്നു എന്ന്. എങ്ങനെയാണ് ഇത്രയും വിവാഹിതകളുടെ കൂടെ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്ന? അത് തെറ്റായത് കൊണ്ടാണ് ഞാൻ കിടക്കുന്നത് എന്ന്. അപ്പോൾ മുമ്പ് പറഞ്ഞൊരു കഥ സഹോദരൻ്റെ മുമ്പിൽ വെച്ച് വീണ്ടും സ്ഥിരീകരണത്തിന് വേണ്ടി ചോദിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്സ്റ്റീനും ട്രംപും തമ്മിലുള്ള വലിയ സൗഹൃദവും കൂടി കാണിക്കുന്ന ആ രീതികളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണെന്നാണ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ട്രംപ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.